മാം, തെറാപ്പി സെഷൻസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടാവും, ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, ലൈക്ക് ഫോർ ദ ക്ലൈൻറ്റ് ആൻഡ് തെറാപ്പിസ്റ്റ്. അപ്പോൾ തെറാപ്പിയിൽ ചിലപ്പോഴൊക്കെ ഒരു ആഹാ മൊമെൻ്റ് ഉണ്ടാവും അല്ലേ, ലൈക്ക് ഇതാണ് ആ മൊമെൻറ്റ്, ആൾ തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു മൊമെൻറ്റ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ക്ലൈൻറ്റ് തന്നെ നമ്മളോട് തിരിച്ച് പറയുക, അല്ലെങ്കിൽ ക്ലൈൻറ്റ് ആ ഉദ്ദേശം ഐഡിയയിലോട്ട് ക്ലൈൻറ്റ് എത്തി എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയം, ആ ഒരു മൊമെൻ്റ് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ റിയലൈസേഷൻ അവർ എത്തിയെന്ന് നമ്മൾ റെസിപ്രൊക്കേറ്റ് ചെയ്യുമ്പോൾ മാമിന് എന്തായിരിക്കാം തോന്നുന്നത്, ആ ഒരു ഫീലിംഗ് എന്തായിരിക്കാം ആ ഒരു മൊമെൻറ്റിൽ? ആദിത്യം പറഞ്ഞ പോലെ തന്നെ അഹ തന്നെയാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ അപ്പം ആൾക്കാർ ചോദിക്കും അത് അപ്പം നേരത്തെ ഉപദേശിച്ചാൽ പോരായിരുന്നോ, ഇത്രയും ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരാളുടെ ജീവിതം നമ്മൾ 10, 14, 20 സെഷൻസിൽ കേട്ടാലും അയാളുടെ ജീവിതം ഒരിക്കലും നമ്മുടെ ജീവിതമാവില്ല. അപ്പം ഞാനിപ്പോൾ ഒരു ഉപദേശം കൊടുത്താൽ അത് അയാൾ പോയി ട്രൈ ചെയ്ത് വരേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് ആൻ അഡൾട്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏത് രീതിയിൽ അവർക്കിത് ഉണ്ടാവണം, ഏത് രീതിയിൽ അവർ ഈ ഒരു ചേഞ്ചിനെ കൊണ്ടുവരണം, ഈ ചേഞ്ച് ആദ്യം റിയലൈസ് ചെയ്യണം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, വി ആർ ദെയർ ഓൺലി ടു സപ്പോർട്ട് ദെം വിത്ത് സം ഡിസിഷൻസ്. അപ്പോൾ ഇത് തുടക്കത്തിൽ നമ്മളിങ്ങനെ അഡ്വൈസ് മോഡിലേക്ക് പോണത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ദോ ദാറ്റ് മൈറ്റ് ബി ദ ബെസ്റ്റ് അഡ്വൈസ് ദേ റിസീവ്. അവരുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കിയിടത്തോളം, പിന്നെ നമ്മൾ പല ക്ലയൻസിനെ കണ്ടിടത്തോളം നമുക്കറിയാം ഇതിങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. ബട്ട് ദ മൊമെൻറ്റ് ദേ കം അപ്പ് ബൈ ദംസെൽസ് വിത്ത് ദാറ്റ് റിയലൈസേഷൻ, നമുക്കറിയാം നൗ ചേഞ്ചസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് വി ആർ നിയർ ടെർമിനേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ നൗ സക്സസ് ഇസ് അബൌട്ട് ടു കം. അത് നമുക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ ആ നേരത്തെ നമ്മൾ അയ്യോ ഭയങ്കര സന്തോഷമായി, എനിക്ക് ഐ എം ഹാപ്പി ദാറ്റ് യു റിയലൈസ്. എനിക്ക് തുടക്കം ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും നമ്മൾ പറയില്ല. നമ്മൾ അയാളെ ആൻഡ് വി ട്രൈ ടു പ്രോബ് ദ ക്വസ്റ്റ്യൻ ഫെർദർ. ഫോർ എക്സാമ്പിൾ, ഇപ്പം അയാൾ പറയുകയാണ് എനിക്കിപ്പോൾ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്തു, ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം ഞാൻ ചെയ്യണുണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഞാൻ പെരുമാറേണ്ടത്, ഇങ്ങനെ അല്ല ഞാൻ പെരുമാറേണ്ടത് എന്നൊക്കെ അവർ പറയുമ്പോൾ, സോ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ദേ വുഡ് ഗോ ഫെർദർ ഇൻ ടു പ്ലാനിങ് ആൻഡ് ഡിസൈഡിങ് വാട്ട് ഇസ് ടു ബി ഡൺ. അവരതിൽ ഫെർദർ അവർ തന്നെ അതിനെക്കുറിച്ച് ഫെർദർ തിങ്കിങ് നടത്തും. അപ്പോൾ ദേ ആർ ഏബിൾ ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ദെയർ റിയൽ ലൈഫ്. അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കാറ്. rather than telling them that okay now I think you are set for it and I was thinking about this from the beginning, ഞാൻ എത്ര പ്രാവശ്യമായി നിങ്ങളോട് അതെന്നെ പറയണു എന്നുള്ള വർത്തമാനങ്ങളൊന്നും അവിടെ ഇല്ല. ഉണ്ടാവാറില്ല.